മിലൻ, ഇന്ന് നമുക്ക് ചെറിയൊരു വീഡിയോ ചെയ്യാം. എന്തിനെ കുറിച്ച് സംസാരിക്കാം? അപ്പൊ നമുക്കിന്ന് ബാബാജി കേവും ബാബാജിയുടെ ബർത്ത് പ്ലേസും എവിടെയാണെന്ന് ഒന്ന് പറയാമോ? പറയാം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ബാബാജിയെ കുറിച്ച് ഒരു വീഡിയോ, ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്നുള്ള പുസ്തകത്തിനെ ബേസ് ചെയ്തിട്ട് ബാബാജിയെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു. ഈ ബാബാജിയുടെ ബർത്ത് പ്ലേസും ബാബാജി കേവും ഇത് രണ്ടും ഞാൻ പേഴ്സണലി വിസിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ വഴികൾ കൂടി പറഞ്ഞ് എങ്ങനെ പോകും, അവിടെ എത്തിപ്പെടും എന്നുള്ളതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ബാബാജിയെക്കുറിച്ചുള്ള സബ്ജക്റ്റ് കംപ്ലീറ്റ് ആകും. ഞാൻ ചെയ്യുന്ന വീഡിയോസെല്ലാം ഞാൻ പേഴ്സണലി വിസിറ്റ് ചെയ്ത് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുള്ളൂ. ഇന്നലെ ചെയ്ത തിരുവണ്ണാമലയിലെ രമണ മഹർഷിയുടെ ആയാലും ബാബാജിയുടെ ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് നമുക്ക് ബാബാജി ഈ ബർത്ത് പ്ലേസ് എവിടെയാണെന്നുള്ളത് ഞാനൊന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഇൻ കേസ് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും പോകണം എന്ന് തോന്നുവാണെങ്കിൽ ഇതൊന്ന് കേട്ട് മനസ്സിൽ ഒന്ന് വെച്ചാൽ മതി. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം പേഴ്സണലി, ഇൻ പേഴ്സൺ. അപ്പോൾ ബാബാജി ബർത്ത് പ്ലേസ്, ബാബാജിയുടെ ജനിച്ച സമയങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഹിസ്റ്ററിയൊക്കെ ഓൾമോസ്റ്റ് ഞാൻ ഷെയർ ചെയ്തതാണ്. ഇത് തമിഴ്നാട്ടിൽ പോണ്ടിച്ചേരിക്കടുത്ത് കടലൂർ വില്ലേജിലെ പറങ്കിപ്പേട്ട എന്ന് പറയുന്ന ഒരു കോസ്റ്റൽ ഏരിയയിലാണ്, കോസ്റ്റൽ വില്ലേജിലാണ് ബാബാജി ജനിച്ചത്. അത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇപ്പോഴും കാണാം ആ വീട്, ബാബാജിയുടെ വീട് ഒരു ചെറിയൊരു ടെമ്പിളായിട്ട് ഒരു ട്രസ്റ്റിൻ്റെ പേരിൽ. അതൊരു പ്രൈവറ്റ് ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടിയാണത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ അതും ഈ ബാബാജിയുടെ ഒരു ഡിവോട്ടി തന്നെ ഈ സ്ഥലം വാങ്ങി. അത് കുറേ ഏക്കറുള്ള ആ ഏരിയയിലുള്ള കുറേ സ്ഥലങ്ങൾ ഇദ്ദേഹം വാങ്ങിയിട്ട് ആ ട്രസ്റ്റിൻ്റെ പേരിലാക്കിയിട്ട് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ് ഇത് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു അമ്പലം പോലെയുണ്ട്, ചെന്ന് കഴിയുമ്പോൾ കാണാം. അപ്പോൾ പോകുന്നത്, ഞാൻ എറണാകുളത്താണ് ശരിക്കുള്ളത്. എൻ്റെ ഇവിടെ ഞാൻ എറണാകുളത്ത് സ്റ്റേ ചെയ്യുന്നത്. ഇവിടുന്ന് എറണാകുളത്തു നിന്നാണ് ഞാൻ പോയത്. എറണാകുളത്ത് നിന്ന് ഞാൻ പോയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ട്രെയിൻ. എറണാകുളം നോർത്തുനിന്ന് നേരെ ഞാൻ കോയമ്പത്തൂർ, നൈറ്റിലാണ് ഞാൻ ഇവിടുന്ന് ട്രാവൽ ചെയ്തത്. നേരെ കോയമ്പത്തൂർ പോയി. കോയമ്പത്തൂർ ഒരു 10-12 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കോയമ്പത്തൂർ എത്തി. പിന്നെ അവിടെ നിന്ന് വെളുപ്പിന് ട്രെയിനുണ്ട് നേരെ മയിലാടുതുറൈ പോയിട്ട് മയിലാടുതുറയിൽ സ്റ്റോപ്പ്, അവിടെ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് നമുക്ക് ഒരു 4-4:30 ആകുമ്പോൾ പാസഞ്ചർ ട്രെയിനുണ്ട് പറങ്കിപ്പേട്ടയിലേക്ക് ഡയറക്റ്റ്. പറങ്കിപ്പേട്ടയിൽ പോയി ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ബൈ വാക്ക്, ചെറിയൊരു വില്ലേജാണെന്ന് ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നുമില്ല. അവിടെ നിന്ന് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 1.5-2 കിലോമീറ്ററേ ഉള്ളൂ ബാബാജിയുടെ ഈ വീട്ടിലോട്ട്, ബാബാജി ജനിച്ച വീട്ടിലോട്ട് എത്താനായിട്ട്. അപ്പോൾ ഞാനന്ന് അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 7 ഒക്കെ ആയി, ഈവനിങ്ങിൽ 6:37 ആയി. മയിലാടുതുറയിൽ നിന്ന് കൂടി വന്നാൽ 2 മണിക്കൂർ ബൈ ട്രെയിൻ, പാസഞ്ചർ ട്രെയിനാണ്. പിന്നെ അവിടെ ഒരു വിക്ടോറിയ എന്ന് പറഞ്ഞൊരു ലോഡ്ജുണ്ട്. ആകപ്പാടെ 1-2 ചെറിയ ലോഡ്ജുകളേ ഉള്ളൂ. 500-600 രൂപ ഒക്കെ റേഞ്ചിലുള്ള ബഡ്ജറ്റിലുള്ള ലോഡ്ജാണ്. ഞാൻ അവിടെ സ്റ്റേ ചെയ്തു അന്ന് രാത്രി. ചെന്ന ഉടനെ തന്നെ അവിടെ റൂം എടുത്തിട്ട് നേരെ ഞാൻ ബാബാജിയുടെ, കാരണം ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായിരുന്നല്ലോ, വേറെ റെസ്റ്റ് ഒന്നും എടുക്കാൻ നിന്നില്ല. ജസ്റ്റ് റൂം ചെക്ക് ഇൻ ചെയ്തു, സാധനങ്ങൾ ബാഗ് അവിടെ വെച്ചിട്ട് നേരെ അവിടെ നിന്ന് നടന്നു തന്നെ പോയി ബാബാജിയുടെ വീട്ടിലോട്ട്. നടന്നു പോയി ആദ്യം തന്നെ പോയി കണ്ട് ഭയങ്കരമായിട്ട് സംതൃപ്തിയായി എനിക്ക്. ഫസ്റ്റ് തന്നെ വീട്ടിൽ പോയി കണ്ട് വളരെയായിട്ട് ഹാപ്പിയായി. പിന്നെ തിരിച്ച് വീണ്ടും നടന്നു. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹോട്ടലുകളൊന്നുമില്ല, ചെറിയ ചെറിയ പെട്ടിക്കടകൾ പോലെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് ഞാനൊരു വീട്ടിനോട് ചേർന്ന് തന്നെ ഒരു കഫേ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇഡ്ഡലി, ദോശ പോലുള്ള ഐറ്റംസൊക്കെ അവിടെ വളരെ ചീപ്പ് റേറ്റിന് കിട്ടും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അവിടെ അത്തരം ഏരിയകളൊക്കെ. കഴിച്ചു. പിറ്റേ ദിവസം രാവിലെ എണീറ്റ്
വെളുപ്പിന് അമ്പലം തുറക്കുന്നത് 6-7 മണി എങ്ങാണ്ടാകുമ്പോൾ 7 മണി. ആ വലിയ തിരക്കൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വളരെ ഇതായിട്ട് വന്ന് തുറക്കുള്ളൂ. അവിടെ ഒരു പയ്യനുണ്ട് സഹായിയായിട്ട്, ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പൂജ ചെയ്യാനും എല്ലാം കൂടെ ആയിട്ട് ഒരൊറ്റ പയ്യനേ ഉള്ളൂ അവിടെ. ആ പയ്യൻ വരുമ്പോൾ 7 മണിയാവും. ഞാൻ ആണ് ഫസ്റ്റ് അവിടെ പോയി നിൽക്കുമായിരുന്നു. അദ്ദേഹം വന്ന് തുറക്കുന്ന തുറന്ന് കയറി അകത്ത് കയറി ഒന്ന് കണ്ട് അവിടെ കുറേ നേരം മെഡിറ്റേഷനൊക്കെ ചെയ്ത് ബാബാജിയോട് കുറച്ച് നേരം സംവദിച്ച് ഒറ്റയ്ക്ക് പിന്നെ കാര്യങ്ങളെല്ലാം ബാബാജിയുടെ പ്രസൻസ് അനുഭവിച്ചതിന് ശേഷം 1/2 മണിക്കൂർ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. തിരിച്ച് റൂമിലേക്ക് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തു. നേരെ പിന്നെ അടുത്ത ട്രിപ്പ് വേളാങ്കണ്ണിക്കായിരുന്നു. വേളാങ്കണ്ണി അവിടെ അടുത്താണ്. അപ്പോൾ ബർത്ത് പ്ലേസ് നമ്മൾ അപ്പോൾ ഇതിലൂടെ കവർ ചെയ്തു. പറങ്കിപ്പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് പോവുക. താല്പര്യമുള്ളവർക്ക് പോയി വിസിറ്റ് ചെയ്യാം. ബാബാജിയെക്കുറിച്ച്, ബാബാജിയുടെ പിന്നെ കുറിച്ച് അറിഞ്ഞവർക്ക് മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ഇദ്ദേഹത്തിൻ്റെ ബാബാജിയുടെ ആ വീട്. അടുത്തത് വന്നിട്ട് ഞാൻ പിന്നെ അത് കഴിഞ്ഞൊരു 1 മന്ത് ഗ്യാപ്പിന് ശേഷമാണ് ബാബാജിയുടെ കേവിലോട്ടുള്ള യാത്ര. കാരണം ബർത്ത് പ്ലേസിൽ വെച്ച് ഞാൻ നിർത്തിയില്ല. അടുത്തത് ബാബാജിയുടെ സ്ഥലം ബാബാജി കേവിലേക്ക് പോയി, ഹിമാലയത്തിൽ. അതിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു. പറങ്കിപ്പേട്ട എന്ന് തിരിച്ച് ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പിന്നെ പ്ലാനിങ് ആണ് എങ്ങനെ അവിടെ എത്തും. കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു, ഹെൽത്ത് വൈസ് ആയാലും. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തു. മെൻ്റലി ആദ്യം പ്രിപ്പയർഡ് ആവുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരുമല്ലോ. മൈൻഡാണല്ലോ എല്ലാത്തിൻ്റെയും പിന്നെ പിൻ പോയിന്റ്. അതിനെ നമ്മൾ ആദ്യം ഒന്ന് ട്യൂൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ശരിയാവും. അങ്ങനെ ഞാൻ പതുക്കെ ഇനിഷ്യലി ഒരു 1 വീക്ക് എടുത്തു മൈൻഡിനെ ഒന്ന് ട്യൂണപ്പ് ആക്കാൻ. കാരണം വീട്ടിലെ കാര്യങ്ങളെല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതായതുകൊണ്ട് അതെല്ലാം ഒന്നൊന്ന് പിന്നെ ശരിയാക്കിയതിന് ശേഷം ഹിമാലയത്തിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്യുമായിരുന്നു. ഞാനപ്പോൾ 1 മാസം ടൈം ഉണ്ടായിരുന്നു. കാരണം അപ്പോൾ ഞാൻ ഇതെല്ലാം പിന്നെ പ്രത്യേകിച്ച് പോകുന്നവരോട് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്, സീസൺ ടൈമിലൊന്നും പോവാതിരിക്കുക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. കാരണം ഒന്ന് ഭയങ്കര റഷായിരിക്കും. പ്രത്യേകിച്ച് റിലീജിയസ് പ്ലേസുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു കാം ആൻഡ് ക്വൈറ്റ് അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ പിന്നെ പോയിട്ട് കാര്യം അത് നഷ്ടപ്പെടും ഈ റഷായിട്ടുള്ള സമയങ്ങളിൽ. അപ്പോൾ സീസണലായിട്ടുള്ള ടൈമുകൾ ഒഴിവാക്കി അൺസീസണലായിട്ടുള്ള ടൈം നോക്കുക, പ്രിഫർ ചെയ്യുക. ഞാൻ പോയതെല്ലാം അങ്ങനെയായിരുന്നു. അപ്പോൾ ഒന്നത് നമുക്ക് ഒരു പേഴ്സണൽ പിന്നെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും ആ സ്ഥലത്തിനോട്. 2 ബഡ്ജറ്റ്. ഈ സീസൺ ടൈമിലെല്ലാം ടാരിഫുകളൊക്കെ ഭയങ്കര ഹൈ ആയിരിക്കും. റൂമായാലും ഫുഡായാലും ബാക്കി ട്രാൻസ്പോർട്ടേഷൻ ആയാലും എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയത് ഹിമാലയത്തിൽ നല്ല തണുപ്പ് ഒക്കെ ഉള്ള സമയത്താണ് ഞാൻ പോയത്. ഡിസംബർ 1st വീക്കിലാണ് ഞാൻ പോയത്. നവംബർ എൻ്റെ ഡിസംബർ 1st ആ ടൈമിലാണ് ഞാൻ. ഡിസംബർ 1 ഞാൻ അവിടെ എത്തും. യെസ്, കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയർ. ഫ്ലൈറ്റിനാണ് ഞാൻ പിന്നെ 1 മന്ത് ഗ്യാപ്പ് ഉണ്ടായിരുന്നുകൊണ്ട് ആ സമയത്ത് ഫ്ലൈറ്റ് ചാർജൊക്കെ കുറവായിരുന്നു. ഡൽഹിക്ക്, കൊച്ചി ടു ഡൽഹിയിൽ ഇവിടുന്ന് ഈവനിങ് ഫ്ലൈറ്റിന് കയറിയ ഡൽഹിയിൽ ഒരു 6:37 ഒക്കെ ആകുമ്പോൾ എത്തി. അന്ന് രാത്രി ഡൽഹിയിൽ സ്റ്റേ ചെയ്തു. റൂമൊക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്തു. റെയിൽവേ സ്റ്റേഷൻ പിന്നെ നെക്സ്റ്റ് ഡേ നമുക്ക് പോകേണ്ടത് ബൈ ട്രെയിനാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ എക്കണോമിക്കലായിട്ടുള്ള ഒരു റൂം, കാരണം ഒരു നൈറ്റ് മതിയായിരുന്നു. ബുക്ക് ചെയ്തതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ട്രെയിനൊക്കെ ഞാൻ ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. വഴികളെല്ലാം ഞാൻ ഏകദേശം ഒന്ന് പ്ലാൻ ചെയ്ത് മനസ്സിൽ ആരുടെയും റെഫറൻസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഓൺലൈനിലൊക്കെ എല്ലാം കയറി ചെക്ക് ചെയ്ത് ചില യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയായിരുന്നു. അങ്ങനെ സോളോ ട്രിപ്പ് തന്നെയായിരുന്നു. ഈ പറങ്കിപ്പേട്ടയിലായാലും ഹിമാലയത്തിലേക്കായാലും ഓൺലൈനിൽ ചെയ്തു. ഡൽഹി ടു കത്ഗോദാം ഒരു ജനശതാബ്ദി എക്സ്പ്രസ് ഉണ്ട്. രാവിലെ ഡൽഹിയിൽ നിന്ന് 6:20 ആകുമ്പോൾ രാവിലെ 6:20 പുറപ്പെട്ട് ഏകദേശം ഒരു 5.5 hours ജേർണി ഉണ്ട്.
കത്ഗോദാം എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തും. കത്ഗോദാമാണ് പിന്നെ ബാബാജി കേവിലോട്ടുള്ള അവസാന റെയിൽവേ സ്റ്റേഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഹിൽ സ്റ്റേഷനാണ്, ട്രക്കിങ്ങേ പറ്റുള്ളൂ ബൈ ജീപ്പ് ഒള്ളി. കത്ഗോദാമിൽ ഇറങ്ങി ഒരു അരമണിക്കൂർ അവിടെ ഇഷ്ടംപോലെ പാസഞ്ചർ ജീപ്പുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ സീസൺ ടൈമിലൊക്കെ ആകുമ്പോൾ അവർക്ക് തോന്നുന്ന ചാർജാണ്. ഞാൻ അതുകൊണ്ട് സീസൺ അല്ലാത്ത ടൈമിൽ പോയി 250 പെർ ഹെഡ്. അവിടുന്ന് നേരെ പിന്നെ പോയത് അവിടെ ഞാൻ ജീപ്പിൽ 250 കൊടുത്തിട്ട് നമ്മൾ റാണിക്കേത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ട് ഇറക്കും. റാണിക്കേത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജീപ്പുകാരോട് പറയുമ്പോൾ ബാബാജിയുടെ സ്ഥലം എന്ന്, ബാബാജി പ്ലേസ് എന്ന് ഒരിക്കലും പറയാതിരിക്കുക. കാരണം അവിടെ പല ബാബാജിമാരുണ്ട്. ഓൺ ദി വേയിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പം ഈ ബൈ റോഡ് നല്ല നമ്മളിപ്പോൾ മൂന്നാർ വയനാടൊക്കെ പോലെ അതുപോലുള്ള കുത്തനെയുള്ള റോഡുകളാണ്. ആകെപ്പാടൊരു ട്രാഫിക് ബ്ലോക്ക് ഇൻ ബിറ്റ്വീൻ നമുക്ക് അനുഭവപ്പെടും. അത് പിന്നെ പോയിന്റ് വേയിൽ വേറൊരു ബാബാജി ഉണ്ട്, നീം കരോളി ബാബ എന്ന് പറയും. അദ്ദേഹത്തിന് ബാബാജി എന്ന് തന്നെ വിളിക്കാം. അദ്ദേഹം ഇതേമാതിരി ഒരു ഫേമസ് ഗുരുവാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കരമായിട്ട് ഫേമസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു സംഭവം ഞാൻ പറയാം. പുള്ളി പിന്നെ ഈ ഗുരുക്കന്മാർ പൊതുവെ സ്വാമിമാർ അല്ലെങ്കിൽ സന്യാസിമാർ പൊതുവെ ഭിക്ഷാടകരായിരിക്കും. ഒന്നും ഇല്ലാത്തവരെ യാചകന്മാരായിട്ട് അവർ ജീവിക്കും. ഇദ്ദേഹം പൈസ ഒന്നുമില്ലാതെ ഒരു ദിവസം ട്രെയിനിൽ കയറി, ടിക്കറ്റൊന്നും എടുത്തില്ല, ട്രെയിനിൽ കയറി യാത്ര ചെയ്യുന്ന സമയത്ത് TTR വന്നിട്ട് ടിക്കറ്റ് ചെക്ക് ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഒരു ടിക്കറ്റില്ല. TTR ഇദ്ദേഹത്തിനെ ഇറക്കി വിടുകയാണ്. ഇറക്കി വിട്ട് ട്രെയിൻ പിന്നെ മൂവ് ചെയ്യുന്നില്ല. ഇദ്ദേഹത്തിനെ ഇറക്കിയതിന് ശേഷം ട്രെയിൻ മൂവ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ വേറെ കുറച്ച് സന്യാസിമാരുണ്ടായിരുന്നു. അവർ ടിക്കറ്റൊക്കെ എടുത്താണ് കയറിയത്. അപ്പോൾ അവർ ഈ TTRനോട് പറഞ്ഞു, സാറേ ഇത് പ്രശ്നമാവും, ആ സ്വാമീജിനെ വിളിച്ച് കയറ്റിക്കും, എങ്കിലേ ട്രെയിൻ പോവുള്ളൂ. TTR അന്തിച്ചു പോയി. അപ്പോഴാണ് നീം കരോളി ബാബ ആരാണെന്നും എന്താണെന്നും TTRന് വരെ മനസ്സിലാവും. വിളിച്ച് കയറ്റി ട്രെയിൻ അപ്പം തന്നെ മൂവ് ചെയ്തു. അത്രയും സിദ്ധനാണ് അദ്ദേഹം. പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് അവിടെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും, നല്ല ബ്ലോക്കായിരിക്കും. അത് ഈ റോഡ് സൈഡിൽ തന്നെയാണ് ഈ നീം കരോളി ബാബയുടെ ഒരു പിന്നെ മഠമുണ്ട്, അമ്പലമൊക്കെ ചേർന്ന് നല്ലൊരു ഇത്. അപ്പോൾ ഭയങ്കര തിരക്കാണ് അവിടെ. കൂടുതൽ ആളുകൾ വരുന്നത് അങ്ങോട്ടേക്കാണ്. നമ്മുടെ ബാബാജിയുടെ അടുത്തേക്ക് വളരെ റെയറായിട്ട് ആളുകൾ പോകുള്ളൂ. കാരണം അറിയില്ല ആൾക്കാർക്ക്, പ്രസിദ്ധനല്ല, ഫേമസ് അല്ല, അതുകൊണ്ടാണ്. പക്ഷേ ഫേമസ് അല്ലെങ്കിലും ബാബാജി ഈസ് ഗ്രേറ്റ്. മഹാവതാർ ബാബാജി നമ്മുടെ ഗ്രേറ്റാണ്, ഗ്രേറ്റസ്റ്റ്. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്ത് നേരെ റാണിക്കേത്തിലേക്ക് ചെന്ന് ഞാൻ അവിടെ ഹോൾട്ട് ചെയ്തു, റൂം എടുത്തു. ഞാൻ പറഞ്ഞില്ലേ സീസൺ അല്ലാത്തതുകൊണ്ട് അവിടെ 500 രൂപയ്ക്കൊക്കെ റൂം കിട്ടും, നല്ല റൂം. അന്ന് നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ തന്നെ അടുത്ത ജീപ്പ് കയറി. അപ്പോൾ ഈ കത്ഗോദാം റെയിൽവേ സ്റ്റേഷൻ ടു റാണിക്കേത്ത് വരെ ഒരു 3 hours, ട്രാഫിക്കൊക്കെ ഉണ്ടെങ്കിൽ 4 hours വരെയൊക്കെ എടുക്കും. അപ്പോൾ ഞാനെത്തിയപ്പോൾ ലേറ്റായി. അതുകൊണ്ടാണ് പിന്നെ അവിടെ ഹോൾട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം പിന്നെ ഒരു 6:30 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാബാജി റൂട്ടിലോട്ടൊന്നും വണ്ടികൾ പോകില്ല. അപ്പോൾ ഭയങ്കര ഇരുട്ടായിരിക്കും. പെട്ടെന്ന് അവിടെ സന്ധ്യയാവും. കാരണം മഞ്ഞ് വീഴ്ചയൊക്കെ ഉള്ള സമയമാണ് ആ സമയത്ത്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നമുക്കൊക്കെ എൻജോയ് ചെയ്യാം. അങ്ങനെ അന്ന് ഹോൾട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു 6:37 ഒക്കെ ആകുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. റാണിക്കേത്ത് ടു ദ്വാരഹട്ട് എന്ന് പറഞ്ഞ അടുത്ത സ്ഥലത്തേക്ക് 1 hour, 100 രൂപ, 50 റുപ്പീസ് ഉള്ളൂ. പാസഞ്ചറാണ്, വേറെ യാത്രക്കാർക്കുണ്ടാവും. ദ്വാരഹട്ടെന്ന് പിന്നെ നേരെ ഡയറക്റ്റ് കുക്കുച്ചിനേക്ക്, അതും 50 റുപ്പീസ് ഉള്ളൂ. എല്ലാം ഒരു 1 hour ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. അങ്ങനെ കുക്കുച്ചിനെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആകെപ്പാടെ ഒരു ലോഡ്ജേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ ബാബാജി കേവ് പോലും ഫേമസ് അല്ല. ആ ഏരിയ ഒന്നും ഇപ്പോഴും ഡെവലപ്ഡ് ആയിട്ടില്ല. നേരത്തെ പറങ്കിപ്പേട്ട പറഞ്ഞ പോലെ തന്നെ ഇത്. പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഭയങ്കര
ടോപ്പിലാണ് ഈ കുക്കുച്ചിന എന്ന് പറയുന്ന ഗ്രാമം ഉള്ളത്. കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. ആ സമയത്തൊക്കെ ബാബാജിയുടെ സമയത്തൊക്കെ കൊടുങ്കാടാണ്, നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത ഒരു ജിയോഗ്രഫി കണ്ടീഷനായിരുന്നു. ഭയങ്കരമായ ഫോറസ്റ്റ് ഏരിയ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, ചെറിയ കുറച്ച് വീടുകളുണ്ട്. അപ്പോൾ അവിടെ താമസിക്കാനായിട്ട് ആകപ്പാടെ ജോഷി ഗസ്റ്റ് ഹൗസ് എന്നും പറഞ്ഞൊരു സംഭവം മാത്രമേ ഉള്ളൂ. രജനീകാന്തൊക്കെ വരുമ്പോഴൊക്കെ താമസിക്കുന്ന അവിടെ. ഇപ്പോൾ ചെന്ന് കഴിയുമ്പോൾ രജനീകാന്തിൻ്റെ ഫോട്ടോയൊക്കെ ഇദ്ദേഹം ഈ ജോഷി എന്ന് പറയുന്ന ഓണർ, പുള്ളിക്കൊരു പലചരക്ക് കടയുണ്ട്, ഗസ്റ്റ് ഹൗസ് ഉണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂംസൊക്കെ, ഒരുപാട് റൂംസ് ഉണ്ട് പുള്ളിക്ക്. ഒരു പയ്യനുണ്ട് കെയർ ടേക്കറായിട്ട്, നല്ല ഡീസൻ്റാണ്. അവർ തന്നെ ഫുഡും തരും. 1000 rupees ഒരാൾക്ക് പെർ ഹെഡ് 1000 rupees. ഒരു സിംഗിൾ റൂം, ബാത്റൂം അറ്റാച്ച്ഡ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അന്ന് അവിടെ സ്റ്റേ ചെയ്തു. ഭയങ്കര തണുപ്പാണ്. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞാൽ പറയാൻ വേണ്ട, കൊടും തണുപ്പ്, ഭീകരമായ തണുപ്പാണ്. പിറ്റേ ദിവസം രാവിലെ എണീറ്റ്, അതിരാവിലെ അല്ല, ഒരു 8-9 ഒക്കെ ആകുമ്പോൾ അവിടുന്ന് നടന്ന് ബാബാജിയുടെ കേവിലായിട്ടുള്ള കുത്തനെയുള്ള കയറ്റമാണ്. ഒരു 2.5-3 kilometers ഫ്രം ദി ബോട്ടം ലൈനിന് മേളിലോട്ട് കുത്തനെയുള്ള കയറ്റം ഒരു 3 kilometer. അപ്പോൾ നമ്മൾ ബാബാജി കേവിലോട്ട് സ്റ്റാർട്ടിങ് പോയിന്റ് തന്നെ ഒരു ചായക്കടയുണ്ട്, ചെറിയൊരു അമ്മച്ചിയുടെ ചായക്കട. അമ്മച്ചിയും പറഞ്ഞിട്ട് കാര്യമില്ല, ആൾക്കാരില്ലാത്തതുകൊണ്ട് വരുന്ന ആളുകളുടെ നിന്ന് തന്നെ അത്യാവശ്യം പൈസയൊക്കെ പുള്ളിക്കാരത്തി ചാർജ് ചെയ്യും കേട്ടോ. അവരിപ്പോൾ ഒരു ലോഡ്ജ് പോലുള്ള സെറ്റപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഈ ജോഷി ഗസ്റ്റ് ഹൗസ് ചെയ്യുന്നത് ഇവരുടെ ചായക്കടയോട് ചേർന്നൊരു 3-4 റൂംസൊക്കെ പണിതിട്ടുണ്ട്. അതും 1000 rupees ഒക്കെ തന്നെ ചാർജ് ചെയ്യുന്നത്. അവിടെ ആൾക്കാർ സ്റ്റേ ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നെ റെക്കമെൻഡഡ് പ്ലേസ് ടു സ്റ്റേ ജോഷി ഗസ്റ്റ് ഹൗസ് തന്നെയാണ്. നല്ല അങ്ങനെ പതുക്കെ കുത്തനെയുള്ള കയറ്റം കയറി, കാട്ടിൽ കൂടെയൊക്കെ കയറി ആളുകളധികം ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് കയറി ബാബാജീനെ മനസ്സിൽ ധ്യാനിച്ച് കയറി ബാബാജി കേവിലെത്തുന്നു. ഒരു വല്ലാത്തൊരു അനുഭൂതി ഫീൽ ചെയ്യും. അവിടെ ഒരു മാജിക്കൽ റെമഡി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അവിടെ ഇരിക്കുക. ഞാനൊരു 1 hour അവിടെ, കാരണം ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ യാത്ര ചെയ്ത് വന്നിട്ട് പെട്ടെന്ന് അവിടെ ഇരുന്ന് ഇറങ്ങിപ്പോയതില്ല. അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നില്ല. ഞാനൊരു 1 hour അവിടെ ഇരുന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്തു. എൻ്റെ കൂടെ അപ്പോൾ ഒരു തമിഴൻ, ഒരു സന്യാസിയും കൂടെ ഉണ്ടായിരുന്നു, ഒരു പയ്യൻ. പുള്ളി ഈ അമ്പലങ്ങളിലൊക്കെയാണ് പുള്ളി അന്ത്യം തുടങ്ങിക്കൊണ്ടിരുന്നത്. ഒരു പയ്യനാണ്, അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വളരെ കുറച്ച് ആളുകളെ വരുള്ളൂ അവിടെ. അപ്പോൾ എൻ്റെ ഒരു അഡ്വൈസ്, ഇൻ കേസ് ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോകുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതല്ല. ട്രക്കിങ്, ഞാനൊരു മാസം സമയം കിട്ടിയെന്ന് പറഞ്ഞില്ല. ഞാൻ പതുക്കെ ഈ കുത്തനെയുള്ള കയറ്റങ്ങളൊക്കെ, നമ്മുടെ നാട്ടിലെ കയറ്റങ്ങളൊക്കെ കയറി ഈ ഡെയിലി ഒരു 4-5 കിലോമീറ്ററൊക്കെ നടന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് അങ്ങോട്ട് പോകുന്നത്. കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് മലയൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് സംഭവിച്ചു, പ്രത്യേകിച്ച് കാർഡിയാക് അറസ്റ്റൊക്കെ നമ്മളൊക്കെ സ്ഥിരം കേൾക്കുന്നതാണല്ലോ. ജിംനേഷ്യത്തിന് പോയി പെട്ടെന്ന് ഭാരം എടുത്തിട്ട് കാർഡിയാക് അറസ്റ്റ് വന്നു, ചിലപ്പോൾ തട്ടിപ്പോയിന്ന് പോലും വരാം. കാരണം നമ്മുടെ നോർമൽ ലൈഫ് ലീഡ് കൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഹെവി വെയിറ്റോ അല്ലെങ്കിൽ ഓവർ സ്ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ ഹാർട്ടിന് ചിലപ്പോൾ താങ്ങുന്നില്ല. ഹാർട്ട് ബീറ്റ് ഇങ്ങനെ വല്ലാതെ അങ്ങ് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കാം. ഡോക്ടേഴ്സ് വരെ അഡ്വൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പോകുന്നതായിരിക്കും നല്ലത്. മറ്റേ ബാബാജി കേവിലോട്ടൊക്കെ പോകുമ്പോൾ അതൊന്ന്. 2, ഞാൻ പറഞ്ഞത് ഈ കേവ് എന്ന് പറയുന്നത് ഒരുപാട് ഫ്ലോ ഓഫ് പീപ്പിൾ ഇല്ലാത്തൊരു ഏരിയയാണ്. നമ്മൾ വേളാങ്കണ്ണിയോ മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളുമാതിരിയല്ല ബാബാജി കേവ്. ആളുകൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അറിഞ്ഞു വന്നാൽ തന്നെ അവിടെ എത്തിപ്പെടുക കുറച്ച് ദുർഘടമാണ്. അതുകൊണ്ടാണ്. അപ്പം ഞാൻ അവിടെ ഒരു 1 hour സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ
തിരിച്ച് ലോഡ്ജിൽ വന്നു. ഫുഡൊക്കെ കഴിച്ച് 2 nights ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞാൻ വെക്കേറ്റ് ചെയ്ത് നേരെ പിന്നെ ഞാൻ എന്തായാലും ഹിമാലയം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാണല്ലോ. പിന്നെ 2 days പിന്നെ ഹരിദ്വാർ, 2 days ഋഷികേശ് ഹരിദ്വാറൊക്കെ ഒരു 1/2 hour ബസ് യാത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 4 days ഹരിദ്വാറിൽ തന്നെ ഒരു ലോഡ്ജിലായിരുന്നു. അവിടെ അതും ഈ സീസൺ ടൈമിലൊക്കെയാണ് ഭയങ്കര ചാർജ് ആയിരിക്കും. ലോഡ്ജുകളുടെ ബഹളമാണ് അവിടെ. ഒരു ഡീസൻറ്റ് ലോഡ്ജ് കിട്ടി, അവിടെ തന്നെ പിന്നെ സ്റ്റേ ചെയ്തു ഒരു 4 days. അങ്ങനെ ഹരിദ്വാറും ഋഷികേശും എക്സ്പ്ലോർ ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ തിരിച്ച് റിട്ടേൺ ബൈ ഫ്ലൈറ്റ് ഫ്രം ഡൽഹി ടു കൊച്ചി. ഒരു 1 week യാത്രയായിരുന്നു. 1 week നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു എക്സ്പ്ലോറേഷനായിരുന്നു. ഒരു സോളോ ട്രിപ്പ് എൻജോയ് ചെയ്തിട്ട് വന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതേപോലെ ഞാൻ വിസിറ്റ് ചെയ്ത അടുത്ത സ്ഥലത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നതായിരിക്കും. താങ്ക് യു.